ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പാൽ കൊഴുക്കട്ടയാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ഐറ്റമാണിത്. ഇപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം അരിപ്പൊടിയാണ്. ഇതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ നെയ്യ്, ഒരു നുള്ള് ഉപ്പ്. ഇനി നമുക്കിത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവിപ്പോൾ. അതിന് നമുക്ക് വളരെ ചെറിയ ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലത്തെ ബോൾസുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്ത ശേഷം നമ്മളിതിനെ ആവിയിലാണ് ഞാനിപ്പോൾ വേവിക്കുന്നത്. അല്ലാതെ നമുക്ക് പാൽ നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡ് ആണെങ്കിൽ ഇത് ആവിയിൽ വേവിച്ച ശേഷമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അരി വെച്ചുള്ള കുഞ്ഞു ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ്. ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടകൾ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് നമുക്കൊന്നുകൂടി തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 50 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരു കിലോ കൂടി നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാം. നല്ല തിളയ്ക്കുന്ന സമയത്ത് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. പാൽക്കൊഴുക്കട്ട ഇപ്പോൾ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് പൊടിച്ച കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് എത്ര കൂടിയാലും നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 50 ഗ്രാമോളം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നു. തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ഐറ്റമാണിത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. എത്ര കഴിച്ചാലും മതി വരാത്ത പാൽക്കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.